ചാനലിലേക്ക് സ്വാഗതം. ജോസ് മോസസ് കിച്ചൺ. ഇന്ന് നിങ്ങൾക്ക് അറിയാവുന്ന റെസിപ്പിയാണ്, പലരും ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നി എനിക്കിതൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണം. അതുകൊണ്ടാണ് ഈ റെസിപ്പി ഞാൻ ഇടുന്നത്. മപ്പാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓർമ്മ വരുന്നത് താറാവ് അല്ലെ. താറാവിന്റെ മപ്പാസ്, ചിക്കൻ ഉണ്ട്, അല്ലാത്തതുകൊണ്ട് മപ്പാസ് ഉണ്ടാക്കണം. ഞാൻ ഇന്ന് പച്ചക്കറിയാണ്, നമ്മുടെ വെണ്ടക്കായ വെച്ചിട്ട് ഒരു മപ്പാസ്. പലരും ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ അടുത്ത് പറയാതെ പോരാട്ടോ, ഇത് അതിനെന്തൊരു കുറവുണ്ട്, എന്തായാലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. അപ്പേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. നമുക്ക് ഇതേപോലെ ഒരു മൺചട്ടി വെക്കാം കേട്ടോ. മൺചട്ടിയോ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം വെക്കാം കുക്ക് ചെയ്യാനായിട്ട്. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ കാണുന്നല്ലോ കുറച്ച് വെളിച്ചെണ്ണ കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ ഓക്ര ഒന്ന് വറുത്തിട്ടെടുക്കണം കേട്ടോ. അവിടെ എണ്ണ നന്നായി ചൂടാങ്ങിട്ട് കേട്ടോ. നമുക്ക് ഇനി ആ വെണ്ടക്കായ നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ചൂടുള്ള വെളിച്ചെണ്ണയായിരിക്കും. നമുക്കത് ഇങ്ങനെ ഇളക്കി നമുക്കത് വറുത്ത് പോരാട്ടോ. നമ്മൾ ആദ്യമേ നമ്മൾ ഓക്ര ഫ്രൈ ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗമ്മ്, ഒരു വെളുവെളുപ്പ് എന്നൊക്കെ പറയില്ല നമ്മള്, അത് ഇല്ലാണ്ടിരിക്കുള്ളൂ. നമ്മൾ നേരിട്ട് സാധനം കറിയിലേക്ക് ഇട്ടാൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു ഗ്ലൂയി ഒരു വെളുവെളുപ്പുണ്ടാവും. അത് തിന്നുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അത് മാറാനായിട്ടുള്ളതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നോക്കി, ഇനി അത് വെന്ത് കഴിയുമ്പോ നോക്കി, ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിട്ട് ആ പശപ്പൊക്കെ പോയി. നോക്കി, പളക്കുമ്പോൾ നമുക്കൊരു പശപ്പും കാണാൻ പറ്റാനല്ലോ. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല, അത് ഇല്ലാണ്ടിരിക്കാനായിട്ടാണ്. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് വറുത്ത് വന്നിട്ട് പിന്നെ ആ വെളിച്ചെണ്ണ ഇങ്ങനെ നീക്കി വെച്ചിട്ട്, വെളിച്ചെണ്ണ നമുക്കിനി വേണം, നമുക്കിനി അത് വറുത്ത് പോരാട്ടോ. നമ്മുടെ വെണ്ടക്കായൊക്കെ മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ അരി ഉണ്ടാവും, അതിൻ്റെ സൈഡ്, അതും മാറ്റണം കേട്ടോ. നമുക്ക് ആ ചൂടുള്ള ഓയിലേക്ക് സബോള, വെളുത്തുള്ളി, നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇളക്കി യോജിപ്പിക്കണം. നമുക്ക് ഈ സബോള ഈ ഗോൾഡിനൊന്നും ആക്കണ്ട കേട്ടോ, വെറുതെ ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി കേട്ടോ. നമ്മുടെ സബോള എല്ലാം ഓക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഒരു ചൂടിലേക്ക് മാറ്റാം കേട്ടോ. ഏലക്കായ, പട്ട, ഉപ്പ്, മഞ്ഞൾ, നമുക്കത് യോജിപ്പിക്കാം. ഒരു മിനിറ്റിന് ശേഷം മല്ലി, ഗരം മസാല, പിന്നെ വീണ്ടും ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നമുക്കിത് ഏകദേശം ഒരു 3 മിനിറ്റോളം കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോഴും നമ്മുടെ സ്പൈസസ് ഒക്കെ കുക്കായി വെക്കും. 3 മിനിറ്റായി സ്പൈസസ് ഒക്കെ കുക്കായിട്ട് കേട്ടോ. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ തക്കാളിയൊക്കെ ചെറുതായിട്ട് നുടഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമുള്ളൂ.
നമുക്ക് ഇനി നമ്മുടെ വെണ്ടക്കായ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇനി അതിലേക്ക് നമ്മുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്കിനി അത് മീഡിയം ചൂടിലേക്ക് മാറ്റാം കേട്ടോ. ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം കേട്ടോ. ഇത് നന്നായിട്ട് കൂടുതലായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്കിനി തൻപാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് അത് അങ്ങോട്ട് യോജിപ്പിക്കാം. നമുക്ക് തൻപാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കരുത് കേട്ടോ. അത് ചിലപ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട്. എനിക്കറിയാവുന്നതാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് ഇതേപോലെ ഒരു പാൻ വെക്കാം കേട്ടോ. വെളിച്ചെണ്ണ, ചെറുതീയിൽ കേട്ടോ, ചുവന്നുള്ളി ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി കഴിയുന്നു. കുരുമുളക് ഇടിച്ചത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഷാലറ്റ് ഗോൾഡൻ കളറായിട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. മുളക് പൊടി, ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്കിനി അത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കത് കവർ ചെയ്യാം കേട്ടോ. നമുക്കത് 10 മിനിറ്റോളം അടച്ചു വെക്കാം കേട്ടോ. നമ്മൾ ആ കാച്ചി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അളക്കണില്ല കേട്ടോ. അത് അടച്ചു വെക്കുക. അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ ആ ചൂടോട് കൂടി ഒന്ന് കറിയിലേക്ക് ഒന്ന് ഇൻഫ്യൂസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അളക്കാം. അത് 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ വെണ്ടക്കായ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പിടിക്കാം. ഇത് അപ്പത്തിന്റെ കൂടെയും പിന്നെ ഇഡ്ലിയുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. എന്തിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ചോറിന്റെ കൂടെ ആയാലും ഇത് നല്ല ഒരു ഒഴിച്ചുകറിയായിട്ട് കൂട്ടാണല്ലോ. നല്ല തിക്ക് ഗ്രേവിയാണ്. ഓക്കെ, നമ്മളത് ചെയ്ത് കഴിഞ്ഞപ്പോ ഇപ്പൊ ഗ്ലൂയി ഒന്നും ഇല്ല. ഇനി നമുക്കൊന്ന് ആദ്യം ഇച്ചിരി കറി എടുക്കുന്നു. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ വറുത്തിട്ടില്ലേ ലാസ്റ്റ് തേങ്ങ വെളിച്ചെണ്ണയിൽ നമ്മുടെ ചുവന്നുള്ളി, അപ്പൊ അതിന്റെ ടേസ്റ്റും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ചപ്പാത്തിയിലൂടെ പിടിച്ചോളാം. കിട്ടലുണ്ട്. ആവശ്യത്തിന് എരിവ്, മുളക് പൊടി അതിന് ചേർക്കാത്തതുകൊണ്ട് മറ്റുള്ള എരിവുകൾ ആ കുരുമുളകിടയ്ക്ക് കിട്ടുന്നുണ്ട് എനിക്ക്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ വരുന്നുണ്ട്. നല്ല സ്മൂത്ത് കിടിലൻ കറി. അപ്പൊ ഇനി തിന്നണ്ടേ ആസ്വദിച്ചു ഞാൻ മാത്രം പോരട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്തോ. ഓക്കെ ബൈ. പുതിയ റെസിപ്പി ഞാൻ വീണ്ടും വരാം.
ബൈ.